أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ولوالدينا ولمشائخنا ولأساتذتنا يا رب العالمين അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തുൽ യൂസുഫിലെ 36 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിയത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സൂറത്തുൽ യൂസുഫിലെ 35-ാമത്തെ ആയത്ത് വരെ അർത്ഥവും ആശയവും നമ്മൾ പഠിക്കുകയുണ്ടായി. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹം ജയിലിൽ പോവേണ്ടി വരികയാണ്. അദ്ദേഹത്തിനോട് ജയിലിൽ പോകാൻ അബ്ദുൽ അസീസും സാക്ഷിയായി നിന്നവരും എല്ലാം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജയിലിൽ പ്രവേശിക്കപ്പെടുന്നു. ആ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫിത്നകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ തനിക്ക് ഏറ്റവും എളുപ്പമായതും ഏറ്റവും നല്ലതും ജയിലാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജയിലിനെ മാനസിക താല്പര്യത്തോടു കൂടി തിരഞ്ഞെടുക്കുന്നു. അതുവരെയാണ് കഴിഞ്ഞ 35-ാമത്തെ ആയത്ത് വരെ നമ്മൾ ഓതി പറഞ്ഞു നിർത്തിയത്. അദ്ദേഹം ജയിലിലുണ്ടായിരിക്കെ നടന്ന ചില സംഭവ വികാസങ്ങളാണ് 36-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ യൂസുഫിലെ വരികൾ കൂടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വദഖല മഅഹു സിജ്ന ഫതയാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിൽ 2 പുരുഷന്മാർ കൂടി പ്രവേശിക്കുകയുണ്ടായി. 2 പുരുഷന്മാർ കൂടി വരികയുണ്ടായി. ആരൊക്കെയായിരുന്നു അവർ? ഒരാൾ ഒരു റൊട്ടി മേക്കറായിരുന്നു, മറ്റൊരാൾ മദ്യം വിളമ്പുന്ന ആളുമായിരുന്നു. രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവിന് റൊട്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ആളും രാജാവിന് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ആളുമായിരുന്നു. അവർ ജയിലിൽ അകപ്പെടാനുണ്ടായ കാരണം രാജാവിനെ വധിക്കാൻ തീരുമാനിച്ച ശത്രുക്കൾ ഇവർ 2 പേർക്കും വിഷം ഏൽപ്പിച്ചു, പണവും കൊടുത്തു. രാജാവിനെ ഈ വിഷം കൊടുത്തുകൊണ്ട് കൊല്ലണം എന്ന് ആവശ്യപ്പെട്ടു. അതിൽ മദ്യം ഒഴിക്കുന്ന ആൾ, രാജാവിന് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ആൾക്ക് മദ്യത്തിൽ വിഷം കലർത്താൻ തോന്നിയില്ല. അദ്ദേഹം വിഷം കലർത്താതിരുന്നു. അതേസമയം റൊട്ടി ഉണ്ടാക്കുന്ന റൊട്ടിയിൽ വിഷം കലർത്തുകയും ചെയ്തു. പിന്നെ രാജാവ് ഈ കാര്യം അറിഞ്ഞു, പിടികൂടപ്പെട്ടു. കലർത്തിയ റൊട്ടിയുണ്ട്, കലർത്താത്ത മദ്യമുണ്ട്. രാജാവ് ഇവരോട് ഇത് ഭക്ഷിക്കാൻ പറഞ്ഞു. ഭക്ഷിക്കാൻ പറഞ്ഞ സമയത്ത് റൊട്ടി ഉണ്ടാക്കുന്ന ആള് ഇത് കഴിക്കാൻ വിസമ്മതിച്ചു. മദ്യം കൊഴിച്ചു കൊടുക്കുന്ന ആളോട് കുടിക്കാൻ ആവശ്യപ്പെട്ടു. അയാളത് കുടിച്ചു. കാരണം അയാൾ വിഷം കലർത്തിയിട്ടില്ലല്ലോ. കലർത്താൻ രാജാവിൻ്റെ ശത്രുക്കൾ ഏൽപ്പിച്ചിട്ടുണ്ട്, പണമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവസാന സമയത്ത് എന്തോ ഒരു പേടി കാരണമായിട്ട് അയാൾ ആ കുറ്റകൃത്യം ചെയ്തില്ല. 2 പേരും കുറ്റക്കാരായി കൊണ്ട് പിടിക്കപ്പെട്ടു. ഈ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇവർ 2 പേരും ജയിലിൽ കിടക്കപ്പെടുന്നത്. ഒന്നൊരു ഖബ്ബാസാണ്, മറ്റൊരു സാഖിയാണ്. റൊട്ടി ഉണ്ടാക്കുന്ന ആളും രാജാവിന് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ആളും. അപ്പോൾ ഇവരുടെ വിചാരണ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ എന്താണ് ഇവർക്ക് നൽകേണ്ട ശിക്ഷ എന്ന് തീരുമാനമായിട്ടില്ല. 2 ഒരു ശിക്ഷ ലഭിക്കും. ഒന്നുകിൽ 2 പേരെയും വധശിക്ഷക്ക് വിധേയമാക്കും, അതല്ലെങ്കിൽ രാജാവിന് ഇവരോട് ദയ തോന്നിയിട്ട് ഇവരെ വിട്ടയക്കാം. 2 സംഭവിക്കാം. ഇത്തരമൊരു മാനസിക സാഹചര്യത്തിൽ തങ്ങളുടെ ഭാവി എന്താകും എന്നറിയാതെയാണ് ഇവർ ജയിലിലേക്ക് വരുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ ബാക്കിയുള്ള സംഭവങ്ങൾ എത്രത്തോളം പ്രധാനമാണെന്ന് മനസ്സിലാവും. ഖാല അഹദുഹുമാ ഇന്നി അറാനി ആസിറു ഖംറ. അങ്ങനെ ജയിലിൽ വളരെ പേടിയോടുകൂടി ഭയത്തോടുകൂടി എന്താകും എന്ന് ഭാവി എന്ന് പേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കൽ രാത്രി ഉറങ്ങുമ്പോൾ ഇവർ 2 പേരും വ്യത്യസ്തങ്ങളായ സ്വപ്നം കാണുന്നത്. സ്വപ്നം കണ്ടപ്പോൾ എന്തായിരിക്കും ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം? ഈ സ്വപ്നം ഭാവിയിൽ നടക്കാനുള്ള കാര്യമായിരിക്കും. തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒന്നുകിലുള്ള വധശിക്ഷയായിരിക്കും, അല്ലെങ്കിൽ ജയിലിൽ നിന്ന് വെറുതെ വിടലായിരിക്കും. 2 അതുകൊണ്ട് തന്നെ ഇവർ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്നിട്ട് തങ്ങൾ കണ്ട സ്വപ്നത്തെ പറ്റി പറയുകയാണ്. ഇന്നി അറാനി, ഞാൻ എന്നെ കണ്ടു, ആസിറു, ഞാൻ പിഴിയുന്നു. അസീർ എന്ന് പറഞ്ഞാൽ അറബിയിൽ ജ്യൂസ് എന്ന് പറയുക, ജ്യൂസ് അസീർ, ഫ്രൂട്ട്സ് പിഴിയുക. അങ്ങനെ ഫ്രൂട്ട്സ് പിഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഖംറൻ, കള്ളുണ്ടാക്കുന്നു. ഇല്ലേ, പഴയകാലത്തെ വീഞ്ഞുകൾ.
എല്ലാം ഉണ്ടാക്കിയത് ഫലങ്ങളിൽ നിന്നാണ്. പ്രത്യേകിച്ച് മുന്തിരി, ഈത്തപ്പഴം ഇങ്ങനെയുള്ള ഫലങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും കള്ളുണ്ടാക്കാറുള്ളത്, ലഹരി ഉണ്ടാക്കുന്ന കള്ള്. വഖാലൽ ആഖർ, രണ്ടാമത്തെ ആളെ പറഞ്ഞു, ഇന്നി അറാനി, ഞാൻ എന്നെ കണ്ടു, അഹ്മിലു ഫൗക റഅസി, ഞാൻ എൻ്റെ തലയുടെ മുകളിൽ ചുമക്കുന്നു, ഖുബ്സൻ, റൊട്ടിയെ ചുമക്കുന്നു, തഅകുലു ത്വയ്റു മിൻഹു, പക്ഷി ആ റൊട്ടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. നബ്ബിഅനാ ബിതഅവീലിഹി, ഇതിൻ്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് പറഞ്ഞതാ. സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അറിവ് നൽകിയിരിക്കുന്ന ആരിഫ്യങ്ങൾക്ക് മാത്രമാണ് സ്വപ്നത്തിൻ്റെ അറിവും അറിയുകയുള്ളൂ. ഇവിടെ നമ്മൾ നോക്കൂ, ഒറ്റ കാഴ്ചയിൽ നമ്മൾ കാണുമ്പോൾ ഒരാൾ കള്ളൊഴിച്ചു കൊടുക്കുന്നു, രണ്ടാമത്തെ ആൾ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. നമ്മൾ അറിവില്ല ആരാ നല്ല മനുഷ്യൻ. പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യരല്ല നല്ല മനുഷ്യൻ, കള്ളൊഴിച്ചു കൊടുക്കുന്നവൻ മോശക്കാരനല്ലേ. പക്ഷെ അതിന് മറുപടിയായിട്ട് മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാം നൽകിയ മറുപടി എന്തായിരുന്നു? കള്ളു ഒഴിച്ചു കൊടുക്കുന്ന ആള് രക്ഷപ്പെടും, പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്ന ആള് വധശിക്ഷ വിധിക്കപ്പെടും. ഇതല്ലേ മഹാനായ യൂസുഫ് അലൈഹി ഇസ്ലാം നൽകിയ വിശദീകരണം. അപ്പൊ സ്വപ്നങ്ങൾ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ആശയങ്ങൾ, അർത്ഥങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഒരു മനുഷ്യൻ സ്വപ്നം കാണുന്നതിനെ കുറിച്ച് പരാമർശം വന്നിട്ടുണ്ട്. അർറുഇയ സ്വാലിഹ, ഒരു മുഅ്മിനായ മനുഷ്യൻ കാണുന്ന നല്ല സ്വപ്നങ്ങൾ നുബുവത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ നിന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്തുൽ അലഖിലെ ഖുർആനിലെ ആദ്യ ആയത്തുകൾ ഇറക്കിയ ഖുർആനിന്റെ അവതീർണമാവുന്നതോടുകൂടിയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി മാറുന്നത്. പക്ഷേ അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ പ്രവാചകനാവാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുമായിരുന്നു. അപ്പം നമ്മളും സ്വപ്നങ്ങൾ കാണാം, നല്ല സ്വപ്നവും കാണും, മോശ സ്വപ്നവും കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ നല്ല സ്വപ്നം കണ്ടാൽ അത് നിങ്ങളോട് പ്രിയപ്പെട്ടവരോട് പറയണം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് പറയണം, ഭാര്യയോടൊക്കെ പറയാം. അതേസമയം നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമ്മൾ വെറുക്കുന്ന ആളുകളോട് പറയാൻ പാടില്ല. അത് നമ്മളോട് അവർക്ക് അസൂയ ഉണ്ടാക്കാൻ കാരണമാവും. അതേസമയം മോശം സ്വപ്നങ്ങൾ കണ്ടാൽ ആരോടും പറയരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ചിലപ്പോൾ ഭാര്യയൊക്കെ പറയും, നിങ്ങൾ ആക്സിഡൻറ്റിൽ മരിക്കുന്നൊക്കെ ഞാൻ കണ്ടു എന്ന് പറയും, സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയും. അതൊക്കെ മോശം സ്വപ്നങ്ങളാണ്. അങ്ങനെ സ്വപ്നം കണ്ടാൽ അത് പറയാനേ പാടില്ല എന്നാണ്, അത് പറയാനേ പാടില്ല. ചില രാത്രികൾ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് മോശം സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എഴുന്നേക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത്തരം സ്വപ്നങ്ങൾ പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ള സ്വപ്നങ്ങളാണ്. അത്തരം സ്വപ്നങ്ങൾ കണ്ടാൽ നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത് ആ കിടത്ത് നിങ്ങൾ മാറ്റിക്കിടക്കണം. വലതു ഭാഗത്തേക്കാണ് കിടന്നെങ്കിൽ ഇടതു ഭാഗത്തേക്ക് കിടക്കണം. മറ്റൊരു ഹദീസിൽ വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുസ്വപ്നങ്ങൾ കണ്ട് രാത്രി ഞെട്ടി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നതിൻ്റെ ഇടത് ഭാഗത്തേക്ക് തുപ്പലില്ലാത്ത രീതിയിൽ തുപ്പുമായിരുന്നു, ഉമിനീരില്ലാത്ത രീതിയിൽ തുപ്പുമായിരുന്നു. ഉമിനീര് തെറിക്കാത്ത രീതിയിൽ തുപ്പുക. അങ്ങനെ ഇടത് ഭാഗത്ത് ഉമിനീര് തെറിക്കാത്ത രീതിയിൽ തുപ്പുകയും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന പിശാചിൽ നിന്ന് കാവൽ തേടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കായിരുന്നു. ചില ആളുകൾക്ക് ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണും. അപ്പോൾ സ്വപ്നങ്ങൾക്കെല്ലാം വ്യാഖ്യാനമുണ്ട്, ആശയമുണ്ട്. ഇത് ചോദിക്കാൻ വേണ്ടിയാണ് ഇവർ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ സമീപിച്ചത്. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ തന്നെ ജയിലിൽ കഴിയുന്നവരാണ്. അവർ പറയാണ്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, ഞങ്ങൾ താങ്കളെ സദ്വൃത്തരിൽപ്പെട്ട ഒരാളായിട്ടാണ് കാണുന്നത്. നമ്മൾ നോക്കണേ, യൂസുഫ് അലൈഹി ഇസ്ലാം ജയിലിലാണ്. ജയിലിൽ കഴിയുന്ന സമയത്തും യൂസുഫ് അലൈഹി സ്വലാം നല്ല മനുഷ്യനാണ് എന്ന് അവർക്ക് അനുഭവപ്പെടുകയാണ്. അങ്ങനെ അവർക്ക് തോന്നണമെങ്കിൽ ജയിലിൽ കഴിയുന്ന ആളുകളെ യൂസുഫ് അലൈഹി സ്വലാം സഹായിക്കുന്നുണ്ടാവും, ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, രോഗികളെ ശുശ്രൂഷിക്കുന്നുണ്ടാവും. ഒരു വ്യക്തി മനുഷ്യർ എന്ന നിലയിൽ നിർവഹിക്കേണ്ടതായ നിർബന്ധ ഫർള് കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ടാവും. അള്ളാഹുവിൻ്റെ ഇബാദത്തിലും ദിക്റിലും കഴിഞ്ഞുകൂടുന്നുണ്ടാവും. ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടാവും. അതൊക്കെ ചെയ്യുന്നത് കാരണമാണല്ലോ ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ,
നിങ്ങളെ നല്ല മനുഷ്യരിൽ സദ്വൃത്തരിൽപ്പെട്ട ഒരാളായിട്ടാണ് ഞങ്ങൾ കാണുന്നതെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ സമ്പത്തും റാഹത്തും ഹൈറും ബർക്കത്തുള്ള സമയത്തൊക്കെ ആൾക്കാർ നല്ല മനുഷ്യരായിരിക്കും. പക്ഷെ ജയിലിലൊക്കെ ഒന്ന് പെട്ടുപോയാൽ, അല്ലെ രോഗമൊക്കെ ബാധിച്ച് കട്ടിൽ തന്നെ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ അസ്വസ്ഥരാകും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറയും. സ്ഥിരമായി നമസ്കാരമൊക്കെ ഉള്ള ആളുകളായിരിക്കും, പക്ഷെ കിടപ്പ് രോഗികളായി മാറിക്കഴിഞ്ഞാൽ ഇവർ നിസ്കരിക്കൊന്നും ചെയ്യില്ല. കാരണം എന്താ, അള്ളെന്തിനാ ഇങ്ങനത്തെ ഒരു അസുഖം എനിക്ക് തന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു വെറുപ്പുണ്ടാവും, വിദ്വേഷം ഉണ്ടാവും. ഞാൻ ആയ കാലമൊക്കെ കുറേ നിസ്കരിച്ച് ഹജ്ജ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് അവസാനം എനിക്ക് ഈ അസുഖം തന്നല്ലോ എന്നൊരു വെറുപ്പോടുകൂടി ഇബാദത്തുകളൊന്നും കഴിഞ്ഞുകൂടാതെ ജീവിക്കും. പക്ഷെ മഹാനായ യൂസുഫ് അലൈഹി സ്വലാം ഇത്രയും വലിയൊരു ജീവിത പ്രയാസങ്ങൾക്കിടയിലും അദ്ദേഹം അത്ര സുന്ദരമായിട്ടാണ് ജീവിച്ചത്. മഹാന്മാരായ ഒരുപാട് ഇമാമിങ്ങൾ, ഇസ്ലാമിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ, അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ജയിലിൽ കഴിഞ്ഞുകൂടിയത് കാണാൻ സാധിക്കും. ഒന്നുകിൽ അവർ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഫത്വകൾ സത്യത്തെയും ദീനിനെയും വിചാരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നു. പക്ഷെ ജയിലിൽ കഴിയുന്ന സമയത്തും അവർ ദീനിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി ഒരുപാട് ഖിദ്മാത്തുകൾ ചെയ്തിട്ടുണ്ട്. അതിലുദാഹരണമാണ് ഹനഫി മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ അഹ്മദ് ബിൻ അബി സഹൽ അസ്സറഖ്സി എന്ന് പറയുന്ന പണ്ഡിതൻ. ഇന്നത്തെ തുർക്കുമാനിസ്ഥാനത്തിലെ സർഖസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തുർക്കുമാനിസ്ഥാന്റെ തൊട്ടടുത്തുള്ള രാജ്യമാണ് കിർഗിസ്ഥാൻ. ആ കിർഗിസ്ഥാനിലെ ഓസ്ജൻ എന്ന് പറയുന്ന പട്ടണത്തിലെ ജയിലിൽ അദ്ദേഹം കടന്നിട്ടുണ്ട്. കടക്കാനുണ്ടായ കാരണം, അദ്ദേഹം ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഭരണാധികാരി ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ സ്ത്രീ മുമ്പൊരിക്കൽ വിവാഹം ചെയ്ത് ഭർത്താവ് മരിച്ചു പോയതാണ്. പക്ഷെ അവരുടെ ഇദ്ദ പൂർത്തിയാവുന്നതിന് മുമ്പ് രാജാവ് കല്യാണം കഴിച്ചു. അപ്പോൾ ഇമാം അവർകൾ ഫത്വ നൽകി, അങ്ങനെ വിവാഹം കഴിക്കാൻ പാടില്ല. ആ സ്ത്രീയുടെ ഇദ്ദ കാലയളവ് പൂർത്തിയായതിനു ശേഷമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് ഫത്വ നൽകി. അത് രാജാവിന് ചൊടിപ്പുണ്ടാക്കി, ദേഷ്യമുണ്ടാക്കി. അതിൻ്റെ പേരിൽ മഹാനായ ഇമാം സറഖ്സി റഹ്മഹുള്ളയെ ജയിലിലിട്ടു. എങ്ങനത്തെ ജയിലായിരുന്നു? പഴയ കാലഘട്ടങ്ങളിൽ കിണർ രൂപത്തിലുള്ള ജയിലുണ്ടായിരുന്നു. വലിയൊരു കിണർ രൂപത്തിൽ കുഴിയെടുക്കും, അതിൻ്റെ മുകളിൽ ഗ്രില്ലിടും. ആ കിണർ പോലുള്ള ഇടത്തായിരുന്നു മഹാനവർകളെ ജയിലിലിടപ്പെട്ടത്. ഹനഫി മദ്ഹബിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമുണ്ട്, കിതാബുൽ മബ്സൂത്ത്. ഞങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ ലൈബ്രറിയിൽ വന്നാൽ നിങ്ങൾക്കത് ആ കിതാബ് കാണാൻ സാധിക്കും. 15ഓളം വാള്യം കിതാബുൽ മബ്സൂത്ത് എന്ന് പറയുന്ന ആ ഗ്രന്ഥമുണ്ട്, 15ഓളം വാള്യം. ആ കിതാബ് ആദ്യവസാനം മഹാനായ ഇമാം സറഖ്സി റഹ്മഹുള്ള എഴുതി പൂർത്തിയാക്കിയത് ആ ഓസ്ജന്തിലെ ജയിലിൽ കിടന്നുകൊണ്ടാണ്. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് ഈ കിതാബ് രചിക്കും. വലിയൊരളവ് എഴുതി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ശിഷ്യന്മാർ വരികയും ആ പേപ്പറുകൾ വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ജയിലിൽ നിന്ന് എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളുണ്ട്. ഹംബലി മദ്ഹബിലെ മഹാനായ പണ്ഡിതനാണ് ഇമാം ഇബ്നു തൈമിയ അൽ ഹംബലി റഹിമഹുല്ല. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയ ഒട്ടുമിക്ക ഒരുപാട് ഗ്രന്ഥങ്ങൾ ജയിലിൽ നിന്ന് എഴുതിയ ഗ്രന്ഥങ്ങളാണ്. ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തുള്ള ശിഷ്യന്മാർക്കും പ്രിയപ്പെട്ടവർക്കും എഴുതി അയച്ച കത്തുകളുടെ ഒരു ശേഖരം തന്നെ പിന്നീട് ഗ്രന്ഥമായി മാറിയിട്ടുണ്ട്. ഫതാവ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് അറിയപ്പെട്ട മറ്റൊരു ഗ്രന്ഥം, അതിൻ്റെ പല ഭാഗങ്ങളും അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ടാണ് എഴുതിയത്. 4 മദ്ഹബിലെ പ്രധാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിലിൽ കിടന്ന് ക്രൂരമായിട്ടുള്ള ചാട്ടവാറിൻ്റെ അടി കൊണ്ടിട്ടുണ്ട്. ആ ചാട്ടവാറിൻ്റെ അടി കാരണമായി ഏറ്റ പീഡനവും പ്രയാസവും രോഗവും കാരണമായിട്ടാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന പണ്ഡിതൻ പിന്നീട് വഫാത്താകുന്നത്. മാലിക് മദ്ഹബുകാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇമാം മാലിക് ബിൻ അനസ് എന്ന് പറയുന്ന മദീനത്തെ അതിപ്രശസ്തനായ പ്രഗത്ഭനായ ഹദീസ് പണ്ഡിതന്, ഫിഖ്ഹ് പണ്ഡിതന്. അദ്ദേഹം മദീനത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന പണ്ഡിതനാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മദീനത്തെ പള്ളിയിൽ അന്ന് നടന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ ദർസായിരുന്നു. അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരു ഫത്വയുടെ വിഷയത്തിലാണ്. നിർബന്ധിച്ച് ഒരാളെ വിവാഹം കഴിപ്പിക്കുകയാണെങ്കിൽ ആ വിവാഹം ശരിയാവൂല. ഒരു പെൺകുട്ടിയെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു, അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു പുതിയാപ്പിളക്ക് വിവാഹം കഴിപ്പിച്ചു, അപ്പോൾ ആ വിവാഹം ശരിയാവൂല.
ആ നിക്കാഹ് ഒഴിവാൻ വേണ്ടി ത്വലാഖ് ചെല്ലേണ്ടതിന് ആവശ്യമില്ല, ആ വിവാഹം തന്നെ സാധുവാവൂല എന്ന് മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് ഫത്വ കൊടുത്തു. ആ ഫത്വയുടെ പേര് ചിലപ്പോൾ ഇത്തരം ഫത്വകളൊന്നും രാജാക്കന്മാർക്ക് ഇഷ്ടപ്പെടൂല. അപ്പൊ രാജാക്കന്മാർ ഫത്വ തിരുത്താൻ പറയും. പണ്ഡിതന്മാരല്ലേ, അവർ ദീനിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യില്ലല്ലോ, ഫത്വ തിരുത്താൻ പറ്റില്ല എന്ന് പറയും. അപ്പം പിടിച്ച് ജയിലിടും. അങ്ങനെ ഭരണാധികാരികളുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത നട്ടലുള്ളതായ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര വലിയ ഹറാമാണെങ്കിൽ പോലും, എത്ര കൊടിയ ക്രൂരതകളാണെങ്കിൽ പോലും അത് ചെയ്യുന്ന ഭരണാധികാരികളെ വാഴ്ത്തിപ്പാടുന്ന പണ്ഡിതന്മാരെ നമുക്ക് ഇന്നത്തെ കാലത്ത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള പണ്ഡിതന്മാർ അക്കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ഇത്തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ ഭീകരത ഏറ്റുവാങ്ങി വഫാത്തായ ആൾക്കാരാണ്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹത്തെ ജയിലിലിട്ടു, ക്രൂരമായിട്ട് മർദ്ദിച്ചു. ആ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന മഹാനായ താബിഈയായ പണ്ഡിതൻ വഫാത്തായത്. ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതൻ അബൂ ഇസ്ഹാഖുൽ ഷിറാസി റഹ്മഹുല്ലാഹ് അദ്ദേഹം ജയിലിൽ അകപ്പെട്ടു. ഇത്തരം ഇതേ വിഷയത്തിൽ തന്നെയാണ് രാജാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഫത്വ കൊടുത്തതിൻ്റെ പേരിൽ ജയിലിൽ അദ്ദേഹം ദർസ് ആരംഭിച്ചു. അദ്ദേഹം വലിയ ഗ്രന്ഥങ്ങൾ രചിച്ച പണ്ഡിതനാണ്, ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. ജയിലിൽ കിടന്നുകൊണ്ട് ദർസ് ആരംഭിച്ചു. ജയിലിൽ ഒരുപാട് ജയിൽ പുള്ളികൾക്കൊക്കെ ദർസ് കൊടുക്കും. ഇക്കാലഘട്ടത്തിലും അങ്ങനെ സമാനമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം വഫാത്തായ ഹമാസിൻ്റെ ധീര പോരാളി യഹ്യാ സിൻവാർ എന്ന് പറയുന്ന പോരാളി, ഷഹീദ് യഹ്യാ സിൻവാർ, അദ്ദേഹമായിരുന്നു തൂഫാനുൽ അഖ്സക്ക് നേതൃത്വം കൊടുത്തത്. ഇസ്രായേലിനെതിരെയുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പടപോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ യഹ്യാ സിൻവാർ ആയിരുന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് യുവത്വ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ ജയിലിൽ കിടന്ന സമയത്ത് ജയിലിൽ വെച്ച് അദ്ദേഹം ഇസ്രായേലികളുടെ ഭാഷ പഠിച്ചു, അവരുടെ രീതികൾ പഠിച്ചു. ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു അറിയപ്പെട്ട പുസ്തകമുണ്ട്, അഷൗഖ് വൽ ഖറൻഫൽ, മുൾച്ചെടിയും കരയാമ്പുവും എന്ന പേരിൽ മലയാളത്തിലേക്ക് അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഗ്രന്ഥമാണ്, അത് വായിക്കണം, ആ പുസ്തകം വായിക്കണം. മുൾച്ചെടിയും കരയാമ്പുവും കണ്ണൂരൊക്കെ വാങ്ങാൻ കിട്ടും. ആ പുസ്തകം വായിച്ചാലാണ് എത്രമാത്രം ക്രൂരതകളിലൂടെയാണ് ഫലസ്തീനികൾ കടന്നുപോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ജനിച്ചതുപോലും ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ്, മരിച്ചതും ഷഹീദായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ തങ്ങളുടെ നാടിൻ്റെ, തങ്ങളുടെ ജനതയുടെ പടപോരാട്ടത്തിൽ കഴിച്ചുകൂട്ടിയ ആൾക്കാർ. അങ്ങനെ ജയിൽ ജീവിതം ഈ രീതിയിൽ ദീനിനെ പഠിപ്പിക്കാൻ വേണ്ടി, ഗ്രന്ഥങ്ങൾ രചിക്കാൻ വേണ്ടി സേവിച്ച ഒരുപാട് മഹാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഖൈറു. അപ്പം യൂസുഫ് അലൈഹിസ്സലാമിനോട് അവർ പറയുകയാണ്, ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, ഞങ്ങൾ നിങ്ങളെ ഉത്തമന്മാരായിട്ടുള്ള ആളുകൾ കാണുകയാണ്. ഇവിടെ തന്നെ പറയേണ്ട മറ്റൊരു വിഷയം, കള്ളിനെ കുറിച്ചുള്ള പരാമർശം ഇവിടെ വന്നല്ലോ, കള്ളുണ്ടാക്കുന്നതിനെ പറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുല്ലു മുസ്കിരിൻ ഹറാമുൻ കുല്ലു മുസ്കിരിൻ ഖമറു വകുല്ലു മുസ്കിരിൻ ഹറാമുൻ. ലഹരി ഉണ്ടാക്കുന്നതായ എല്ലാം ഖമറാണ്, ലഹരി ഉണ്ടാക്കുന്നതായ എല്ലാം ഹറാമാണ്. അത് കള്ളാവട്ടെ, കഞ്ചാവട്ടെ, മറ്റ് മയക്കുമരുന്നുകളാവട്ടെ, എന്തുമാവട്ടെ. ഇസ്തനിബു ഉമ്മുൽ ഖബായിസ്, അത്തരത്തിലുള്ള ലഹരികളെ പാപങ്ങളുടെ മാതാവായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പാപങ്ങളുടെ മാതാവ്. എന്തുകൊണ്ടാണ് ഈ ലഹരിക്ക് പാപങ്ങളുടെ മാതാവ് എന്ന് പേര് കിട്ടാൻ കാരണം? അതിന് പിറകിലുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു കഥയായിട്ട് പറയുന്നുണ്ട്. ഒരു നാട്ടിൽ വളരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചൊരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ ഒരു സ്ത്രീ വശീകരിക്കാൻ ശ്രമിച്ചു. അയാൾ ആ സ്ത്രീക്ക് വഴങ്ങിക്കൊടുത്തില്ല. ആ സ്ത്രീ തൻ്റെ പരിചാരകനെ പറഞ്ഞേൽപ്പിച്ചു, ഈ ആബിദിനെയും കൂട്ടിയിട്ട് ഞാൻ പറയുന്ന ഇന്ന സ്ഥലത്തേക്ക് വരണം. അപ്പോൾ പരിചാരകൻ പോയിട്ട് ആബിദിനെയും കൂട്ടിയിട്ട് ഒരാവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു. ആബിദ് എന്തിനാണ് ഇയാൾ അറിയില്ല, പരിചാരകൻ സേവകനാണ് പോയത്. അങ്ങനെ ഒരു വീട്ടിലെത്തി. വീടിന് ഒരുപാട് ഡോറുകളുണ്ട്. ഓരോ ഡോറുകളും ഈ സേവകനും ഈ ആബിദും കടക്കുന്നതിനനുസരിച്ച് ഈ പരിചാരകന് ഓരോരോ ഡോറുകളായിട്ട് അടച്ചടച്ചുകൊണ്ട് കൊണ്ടുവന്നു.
എന്നൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. ഹദീസിൽ കാണാൻ പറ്റും ലി ഷഹാദത്തിൻ, ഒരു സാക്ഷി പറയുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ അവസാനത്തെ ഡോറും തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ആ അകത്ത് റൂമിൽ നഗ്നയായിക്കൊണ്ട് ഈ ആബിദായ നല്ല മനുഷ്യനെ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ആ പെണ്ണ് നഗ്നയായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് ഞാൻ ചെയ്തൊരു പ്ലാനാണ്, ഞാൻ നിന്നെ വശീകരിക്കാൻ വേണ്ടി, നിന്നെ കൊടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയ ഒരു പ്ലാനാണ്. നിനക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഞാനുമായിട്ട് നീ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ ഇവിടെ ഞാൻ നിനക്ക് കുടിക്കാൻ ഒരു മദ്യം ഒരുക്കിയിട്ടുണ്ട്, ആ മദ്യം കുടിക്കണം, അതല്ലെങ്കിൽ ഈ റൂമിൽ ഒരു കുഞ്ഞിനെ ഞാൻ വെച്ചിട്ടുണ്ട്, ആ കുഞ്ഞിനെ നീ കൊല്ലണം. 3-4 പാപം നീ ചെയ്യണം. കാരണം ഈ ആബിദിനെ എങ്ങനെയെങ്കിലും ഒന്ന് വൈകേടിലാക്കാനാണ് ഈ പെണ്ണ് ശ്രമിക്കുന്നത്. അത് നീ ചെയ്യൂലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. ബഹളം ഉണ്ടാക്കിയാൽ ആളുകളൊക്കെ ഓടിക്കൂടും. അപ്പം എന്നെയും നിന്നെയും ഒരു വീട്ടിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ സംശയിക്കും. നീ ഇത്രയും കാലം ഇബാദത്തെടുത്തതിനൊക്കെ ആളുകൾ നിനക്കെതിരെ തിരിയും. അപ്പോൾ ഈ 3 തെറ്റുകളിൽ ഏത് തെറ്റായി ഇയാൾ ചെയ്യുക? ഈ സ്ത്രീയുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, അത് ഇയാൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല. കുഞ്ഞിനെ കൊല്ലുന്നത് അതിനേക്കാൾ അപകടം. അപ്പോൾ ഈ 3 തെറ്റിൽ ഏറ്റവും നിസ്സാരം എന്താണ്? മദ്യപിക്കാം. അപ്പോൾ ഇയാൾ മദ്യം കുടിക്കും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മദ്യവും ലഹരിയും പാപങ്ങളുടെ മാതാവ് എന്ന് വളരെ മനോഹരമായിട്ടുള്ള സംഭവത്തിൽ കൂടി പറഞ്ഞു തരികയാണ്. അയാൾ കള്ളു കുടിക്കാമെന്ന് സമ്മതിച്ചു. അയാൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ മത്തായി, ലഹരിയായി. മത്തായപ്പോൾ ലഹരി പിടിച്ചപ്പോൾ ഈ പെണ്ണിനെ കണ്ടപ്പോൾ ഇയാൾക്ക് ആനന്ദം തോന്നി. ഈ പെണ്ണുമായിട്ട് അദ്ദേഹം അയാൾ രമിച്ചു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞിൻ്റെ ബഹളം നിർത്തിയാൽ മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. അതിനുവേണ്ടി ആ കുഞ്ഞിനെ കൊന്നു. ഒരു തെറ്റ് ചെയ്യാനാണ് ആ സ്ത്രീ ഇയാളോട് ആവശ്യപ്പെട്ടത്. ഇയാൾ മദ്യം കുടിച്ചതോടുകൂടി ആ 3 തെറ്റും അയാൾ ചെയ്തു. ആ പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, മദ്യം കുടിക്കുകയും ചെയ്തു, ആ കുഞ്ഞിനെ കൊള്ളുകയും ചെയ്തു. അപ്പം ലഹരി അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ നാട്ടിലിപ്പം ഓപ്പറേഷൻ തൂഫാനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 1 മാസമായി തുടങ്ങിയിട്ട്, 1 മാസത്തിലധികമായി. 30 കോടിയിലധികം രൂപ വരുന്ന ലഹരി വസ്തുക്കൾ കുറഞ്ഞ ദിവസങ്ങൾക്കകം പിടിക്കപ്പെട്ടു. നമ്മൾ കേരളത്തിൽ 3.5 കോടി മനുഷ്യരുള്ളത്, 60,000-ഓളം വരുന്ന അതിഥി തൊഴിലാളികളുണ്ട്. മൊത്തം 60,000 ഇല്ല, 6 lakhs, 6 ലക്ഷം. അപ്പോൾ 6 ലക്ഷം എന്ന് പറഞ്ഞ ടോട്ടൽ എത്ര? 3.5 കോടി മനുഷ്യരും 6 ലക്ഷവും. ഇത്രയും മനുഷ്യരുണ്ട്. കേരളത്തിൽ മൊത്തമുള്ള പോലീസുകാർ 60,000-ഏലുള്ളൂ, 60,000-ഓളം. 55,000 പോലീസുകാരും ഏകദേശം 5,000-ഓളം എക്സൈസ് വകുപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആൾക്കാർ പണിപ്പെട്ടിട്ട് ആകെ 30 കോടിയെ കിട്ടിയിട്ടുള്ളൂ. പിടിക്കപ്പെടാത്ത എത്ര ഉണ്ടാവും? പിടിക്കുന്നതൊക്കെ ചെറിയ അളവൊക്കെ അല്ലേ? അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരുടെ കയ്യിൽ നിന്നല്ല പിടിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നവരുടെ കയ്യിൽ നിന്നല്ല പിടിക്കപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ടാവും? ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് പിടിക്കപ്പെടുന്നത്. സാമ്പത്തിക ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവർ പിടിക്കപ്പെടുന്നു. അതേസമയത്ത് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന വലിയ ബിസിനസ് മാഗ്നറ്റുകൾ എന്ന് പറയുന്ന ആൾക്കാരില്ലേ, എല്ലാ മേഖലകളിലും കോർപ്പറേറ്റുകൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് വിപണി ഇന്ത്യയിൽ കേരളത്തിൽ ആരംഭിച്ച ഇപ്പം നമ്മൾ കഴിഞ്ഞു പറഞ്ഞ വർഷങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. 2010-ലോ 2014-ലൊന്നും ഇങ്ങനെ സുലഭമായിട്ട് ഇതൊന്നും നമ്മുടെ നാട്ടിലില്ലായിരുന്നു. അപ്പം കൃത്യമായിട്ട് ഏതോ ഒരു വർഷം മുതലാണ് കേരളത്തിൽ ഇത് സുലഭമായി തുടങ്ങിയത്. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ? പിടിക്കപ്പെടുന്ന നല്ല കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും. സുബ്ഹാനല്ലാഹ്. നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, IT പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ, അവർ ശരിക്കും അടിമകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളിൽ അടിമ മോചനത്തെ പറ്റിയുള്ള പരാമർശം നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ അഅതഖ റഖബതൻ മുഅ്മിനതൻ, ആരെങ്കിലും മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിച്ചാൽ സത്തറഹുല്ലാഹു ബികുല്ലി ഉൾവിൻ മിൻഹാ ഉൾവൻ മിൻഹു മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ശരീരത്തിൽ നിന്നുള്ള ഓരോ അവയവങ്ങൾക്കും പകരമായിട്ട് മോചിപ്പിച്ചവൻ്റെ ശരീരത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കും.
ഒരു അടിമയെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം നമ്മളെ ശരീരത്തെ മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. നരകമോചനമാണ് അടിമമോചനത്തിന് കിട്ടുന്ന പ്രതിഫലം. സഹാബാക്കളെല്ലാം അടിമമോചനത്തിന് വേണ്ടി ആയിരക്കണക്കിന് രൂപ ചെലവാക്കായിരുന്നു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്പന്നനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ അധികവും തീർന്നുപോയത് അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഖുർആനിലും ഹദീസിലും അടിമമോചനത്തിൻ്റെ ശ്രേഷ്ഠത ഒരുപാട് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇന്നത്തെ കാലത്ത് അടിമമോചനം ഉണ്ടോ? അടിമകളില്ലല്ലോ. പിന്നെ എങ്ങനെ നമുക്ക് ആ പ്രതിഫലം കിട്ടുക? എങ്ങനെ കിട്ടുക? നബിതങ്ങളെ ഹദീസിലും ഖുർആനിലും ഒരുപാട് പറയപ്പെട്ടതാണ് അടിമമോചനം. ആ കർമ്മം ഇല്ലാണ്ടായിപ്പോവോ? ഇല്ലാണ്ടായി പോയിട്ടില്ല. ആ അടിമമോചനം ഇന്നും ഉണ്ട്. എന്താണ് ആ അടിമമോചനം? അഡിക്റ്റുകളെ മോചിപ്പിക്കുക. ലഹരിക്ക് അഡിക്റ്റായി പോയിട്ടുള്ള ആൾക്കാരെ മോചിപ്പിക്കുക. അവരടിമകളെപ്പോലെയാണ്. അവർക്ക് സ്വാതന്ത്ര്യമില്ല. അവരുടെ മനസ്സവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ മുസ്ലിം ഉമ്മത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവാക്കുന്നുണ്ട്. രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി 40 കോടിയും 20 കോടിയൊക്കെ 1, 2, 3 സെക്കൻഡ് ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ അപ്രകാരം തന്നെ കളക്ട് ചെയ്യേണ്ടതും സ്ഥാപിക്കേണ്ട സ്ഥാപനങ്ങളാണ് ഡി അഡിക്ഷൻ സെൻ്ററുകൾ. പരമാവധി ഡി അഡിക്ഷൻ സെൻ്ററുകൾ. അഡിക്റ്റായിപ്പോയ, ലഹരിക്ക് അഡിക്റ്റായിപ്പോയ ചെറുപ്പക്കാരോട് വാള് പറഞ്ഞുകൊണ്ടോ ഖുതുബ പറഞ്ഞുകൊണ്ടോ ക്ലാസ് എടുത്തുകൊണ്ടോ അവർക്ക് മാറാൻ പറ്റില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള നിർണിതമായിട്ടുള്ള മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഡി അഡിക്ഷൻ ക്യാമ്പുകളിലാക്കിയാൽ മാത്രമാണ് അവർക്ക് പുറത്തെടുക്കാൻ പറ്റൂ. ഞങ്ങളെ സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. അത് ഈ നമ്മളെ ആയത്തിൽ കള്ളിനെ പറ്റിയുള്ള പരാമർശം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോയതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ള ആയത്ത് പുതിയ വിഷയമാണ് പൂക്കിയുള്ള ആയത്തിൽ വരുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ